നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാഴ്ചമങ്ങൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന 5 സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. നിങ്ങളുടെ ദിവസത്തിൽ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ സ്പെക്സ് ഇല്ലാതെ അല്ലെ കണ്ണടകൾ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാഴ്ചശക്തി കൂട്ടാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എത്ര പേര് ഇതിനെ അത്രയധികം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാഴ്ച കൂട്ടുന്ന കാര്യങ്ങളല്ലായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ പലരും ചെയ്യുന്നത്. കാഴ്ച എങ്ങനെ കുറയ്ക്കാമെന്നായിരിക്കും നോക്കുന്നുണ്ടാവുന്നത്. ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുക്കുകയും കണ്ണിനെ അമിതമായിട്ടുള്ള സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണുകൾക്ക് പ്രഷർ അമിതമായിട്ട് വരികയും ചുട്ടുപൊകച്ചിൻ്റെ പ്രശ്നങ്ങൾ വരാം, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ഈ ഒരു കണ്ണടകൾ അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അതിന് കാരണം കൂടുതലും നമുക്ക് പഠന രീതികളും ഒക്കെ തന്നെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിലായതുകൊണ്ട് അവർ അമിതമായിട്ട് ഈ ഒരു സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നത് കൊണ്ടും പലർക്കും കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പ്രായമായവർക്കാണെന്നുണ്ടെങ്കിലും കണ്ണുകൾക്ക് വേദനകൾ, തലവേദനയായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, കാഴ്ച മങ്ങലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ കണ്ണുകളുടെ ആ ഞരമ്പുകളുടെ ഒക്കെ തന്നെ ശക്തിക്കുറവും ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു ഭാഗത്ത് ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഭാഗത്തെ ഞരമ്പുകൾക്കൊക്കെ തന്നെ ബലം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകുന്ന എക്സസൈസുകളാണ് ഓരോന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ബെനിഫിറ്റ് നൽകിയിട്ടുള്ള എക്സസൈസ് ആണ്. ഞാൻ ഏകദേശം 2009 കാലഘട്ടത്തിലാണ് ആദ്യം സ്പെക്സ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് വളരെ ചെറിയ ഒരു പോയിന്റ് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് 6 മാസം വെക്കാൻ പറഞ്ഞു. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെച്ചില്ല. കിട്ടുന്ന തുടക്കത്തിലുള്ള ആവേശമൊന്നും പിന്നെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് പോയിന്റ് അമിതമായിട്ട് വന്നു. അതിനുശേഷം എനിക്ക് സ്പെക്സ് ഇല്ലാതെ ഒരു ദിവസം തുടങ്ങാൻ വരെ ബുദ്ധിമുട്ടായി. എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സ്പെക്സ് ആയി മാറി. പിന്നെ എൻ്റെ ഒരു വിവാഹം അടുത്ത സമയത്താണ് എനിക്ക് ഈ ഒരു സ്പെക്സ് മാറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നതിനെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ഐസൈറ്റ് കൂട്ടാം എന്നുള്ളൊരു കാര്യങ്ങൾ വന്നത്. അതിനോടനുബന്ധിച്ച് ഏറ്റവും നല്ല ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ഐ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചില ഭക്ഷണ രീതികളിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ പറയാം. അപ്പം അങ്ങനെ ആ ഒരു ഐ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 5 തൊട്ട് 10 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാൻ ആരംഭിച്ചു. ചെയ്യാൻ ആരംഭിച്ച് ആദ്യമൊക്കെ റിസൾട്ട് കിട്ടാൻ വൈകലായിരുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. എന്നാൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി ഞാൻ എൻ്റെ സ്പെക്സിൻ്റെ ആ ഒരു ടൈമുകൾ കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ടും സ്പെക്സ് മാറ്റിയിട്ട് ശരിയായ രീതിയിൽ കാണാനും ഒക്കെ തന്നെ കാഴ്ചശക്തി പ്രോപ്പറായിട്ട് ലഭിച്ചതാണ്. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം സ്വാഭാവികമായിട്ടും പല തരത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ വരുന്നതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചമങ്ങലിൻ്റെ തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ഒരുപാട് എക്സാമുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഓവറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലും നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഈ ഒരു ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഫോണിലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഈ കാഴ്ചമങ്ങലിൻ്റെ പ്രശ്നങ്ങൾ രണ്ടാമത് വരികയാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും സ്പെക്സ് വെക്കേണ്ട അവസ്ഥ വരികയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു പോയിന്റ് കൂട്ടാത്ത രീതിയിൽ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ എക്സസൈസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഒരു എക്സസൈസുകൾ എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിലേറ്റവും ആദ്യം എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ എക്സസൈസ് ആണ്. അതായത് നമ്മുടെ കൃഷ്ണമണി മുകളിലേക്ക് ഉയർത്തുക, എത്ര മാക്സിമം ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തുക, താഴത്തേക്ക് അതുപോലെ ആക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ഏകദേശം ഒരു 10 തവണയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റും ലെഫ്റ്റും അല്ലെങ്കിൽ വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളതാണ്. കഴുത്ത് ഒരിക്കലും ഇളക്കിയിട്ടുള്ള നോക്കുക എന്നുള്ളതല്ല. നമ്മൾ കൃഷ്ണമണി മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ചെയ്യുക. ഇതും ഏകദേശം ഒരു 10 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഇതിനുശേഷം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് മുകളിലേക്ക് നോക്കുക, പിന്നെ റൈറ്റിലേക്ക് നോക്കുക. ഇത് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിൽ റൗണ്ട് ആയിട്ട് കറക്കേണ്ടതില്ല. നമുക്ക് ഓരോ പോയിന്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം മുകളിലേക്ക് നോക്കുക, പിന്നെ റൈറ്റിലേക്ക് നോക്കുക,
വീണ്ടും താഴത്തേക്ക് നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക, വീണ്ടും മുകളിലേക്ക് നോക്കുക. ഇങ്ങനെ ഒരു 3 തവണ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുക. 5 തവണ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരേ സൈഡിൽ തന്നെ 5 പ്രാവശ്യം ഇതുപോലെ ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഇതേപോലെ തന്നെ നിങ്ങൾ 5 തവണ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ എല്ലാ മസിൽസുകൾക്കും രക്തയോട്ടം ശരിയായി നടക്കാനും ഒക്കെ തന്നെ സഹായകരമാകുന്ന ഒരു എക്സസൈസ് ആണ്. ഇതൊരു ഐ മസാജ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിന് ചുറ്റുമായിട്ട് ചില 6 അക്യുപഞ്ചർ പോയിന്റ്സുകൾ ഉണ്ട്. ഈ 6 അക്യുപഞ്ചർ പോയിന്റ്സുകളിൽ മെയിൻ ആയിട്ട് മസാജ് കൊടുക്കുന്നതാണ്. നമുക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും റൗണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള എല്ലുകളുണ്ട്. അപ്പൊ ആ ഒരു എല്ലുകളിൽ അമിതമായിട്ട് പ്രഷർ കൊടുക്കുക എന്നുള്ളതല്ല, ചെറിയ രീതിയിലുള്ള പ്രഷർ മാത്രമാണ് കൊടുക്കുന്നത്. ഇത് ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഈ 6 പോയിന്റ്സിലും മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിൽ മസാജ് കൊടുക്കുക, പിന്നെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം പുരുകത്തിന്റെ സൈഡിലായിട്ടുള്ള രീതിയിൽ മസാജ് ആദ്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പുരുകത്തിന്റെ നടുക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കാം. പിന്നെ ഈ ഒരു പുരുകത്തിന്റെ എൻഡ് പോർഷനിലെ ഭാഗത്ത് ഇതുപോലെ തന്നെ 10 പ്രാവശ്യം മസാജ് കൊടുക്കുക, ക്ലോക്ക് വൈസ് കൊടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് കൊടുക്കാം. നേരെ നമുക്ക് കണ്ണിന് താഴെയുള്ള ഭാഗത്തുള്ള ചെറിയ എല്ലിൽ ഈ ഒരു ഭാഗത്ത് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിലും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിലും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നേരെ താഴെ തന്നെയുള്ള ആ ഒരു എല്ലിന്റെ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കൊടുക്കാം. അതുപോലെ തന്നെ കണ്ണിന്റെ ഈ 2 ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്തും നമുക്കിതുപോലെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 6 പോയിന്റ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ 2 തൊട്ട് 3 തവണ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രായാധിക്യം മൂലം ഉണ്ടാവുന്ന കണ്ണിന്റെ കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് കൂടുന്തോറും കണ്ണ് നന്നായിട്ട് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു സിനിമ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ റീൽസ് കാണുന്നതാണെങ്കിലും കണ്ണ് പോലും അടയ്ക്കാതെ ആ റീൽസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്കൊന്ന് കണ്ണ് അടയ്ക്കാൻ വരെ മറന്നു പോകുന്നതാണ്. ഇങ്ങനെയുള്ള സമയത്ത് കണ്ണിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരാം. ആ ഭാഗത്തെ മസിൽസുകൾക്കും നെർവ്സിനും ഒക്കെ തന്നെ അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 തരത്തിലുള്ള ബ്ലിങ്കിങ് പറയുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് കണ്ണിങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നല്ല പ്രഷർ കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കണ്ണടയ്ക്കുക തുറക്കുക ഈ രീതിയിലുള്ള എക്സസൈസ് ആണ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എല്ലാ 30 മിനിറ്റ് കൂടുന്തോറും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ എഫക്റ്റീവായിട്ട് ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് കണ്ണിന് ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതുപോലെ ഈ എക്സസൈസുകൾ ചെയ്യുക. ഇത് കൂടാതെ മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ നമ്മുടെ ഈ ഒരു തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് തള്ളവിരൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു ഭാഗം വരെ നന്നായിട്ട് പിടിക്കുക. അതിനുശേഷം ഇത് ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റിനുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ടും ബ്ലർ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് മങ്ങിയതുപോലെയും ഈ ഒരു തള്ളവിരലിന്റെ ഭാഗം മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എത്രത്തോളം പോകാൻ പറ്റും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അത്രയും വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഫോക്കസ് കുറച്ചിട്ട് ചുറ്റിനുമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇതിന് ഫോക്കസ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ ദിവസത്തിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാഴ്ചശക്തിയുടെ അല്ലെങ്കിൽ കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ മാറ്റം വരുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്ക്രീൻ സ്പേസ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ നമുക്ക് ഈ ഫോണിൽ നിന്നൊക്കെ തന്നെ ബ്ലൂ റൈസ് ഒരുപാട് കണ്ണിലേക്ക് തട്ടുകയും കണ്ണിന്റെ ഞരമ്പുകൾക്കും കാഴ്ചശക്തിക്കും ലെൻസിനും ഒക്കെ തന്നെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇത് ഓവർ യൂസ് ആവുന്ന സമയത്ത് ഈ ഒരു സ്പെക്സിന്റെ യൂസേജ് കൂടുതലായിട്ട് വരികയും അവർക്ക് പെട്ടെന്ന് പോയിന്റ്സുകൾ കൂടുതലായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കിടക്കാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേയും രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഇത് നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരുന്നതാണ്. ഫോൺ മാത്രമല്ലാട്ടോ TV-യും അത് തന്നെയാണ്, ഒരേ റിസൾട്ട് തന്നെയാണ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും വരുന്നത്. അപ്പൊ കൂടുതലും നമുക്ക് അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കണ്ണുകൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം.
വിറ്റമിൻ എയിൽ നമുക്ക് ക്യാരറ്റ്, ചീര, മധുരക്കിഴങ്ങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. വിറ്റമിൻ സി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നെല്ലിക്ക, പേരയ്ക്ക മുതലായിട്ടുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള വാൾനട്ട്, ഫ്ലാക്സീഡ്, അതുപോലെ തന്നെ ബദാം തുടങ്ങിയിട്ടുള്ള നട്ട്സുകൾ നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും ഗുണകരമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് മത്തി, അയല, ചൂര, ചെറിയ മീന്, കിളിമീന്, അതുപോലെ തന്നെ നെത്തോലി, അതുപോലെ ചെറുപയർ, സൺഫ്ലവർ സീഡ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ കണ്ണുകൾക്ക് ബലം വർദ്ധിപ്പിക്കാനുള്ള കൂട്ടുകളൊക്കെ തന്നെ 2 വീഡിയോസുകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു വീഡിയോ ലിങ്ക് ചെയ്തിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടി കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യുക. റെഗുലർ ബേസിസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.